സ്ത്രീകളറിയാൻ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പേരൂർക്കട സൂപ്പർ സ്പെഷ്യാലിറ്റി പുനർജനി ഹോസ്പിറ്റലിലെ മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ സ്വീറ്റിയാണ്. നമസ്കാരം ഡോക്ടർ. നമുക്ക് ആദ്യം തന്നെ ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. പേരെന്താണ്? ബിനു. ബിനു ആണ്. ബിനു, ഡോക്ടറോട് സംസാരിച്ചോളൂ. ബിനു പറഞ്ഞോളൂ. ബിനു. ഹലോ. പറഞ്ഞോളൂ. മാഡം, എന്നെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെടുന്ന സമയത്ത് എനിക്ക് നല്ല വേദനയും പുകച്ചിലും നീട്ടലും പോലെയൊക്കെ തോന്നാറുണ്ട്. എന്നുമില്ല, ഇടയിലെ ദിവസങ്ങളില്. വയസ്സ് എത്രയായി ബിനു? എനിക്ക് 34 വയസ്സാവുന്നു. ശരി. ഇത് എത്ര ദിവസമായി ഇങ്ങനെ തുടങ്ങിയിട്ടാ? അത് എപ്പോഴും ഇല്ല, മാസത്തിൽ ചിലപ്പോ 1, 2, 3 ദിവസം. ഇന്നലെയൊക്കെ നല്ല പെയിൻ. എനിക്കൊരു നമ്മള് മൂത്രക്കടച്ചിലുണ്ടാവില്ലേ, അതുപോലെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഭയങ്കര പെയിന് പോലെയോ ഒരു മൂത്രക്കടച്ചിൽ പോലെ തോന്നാറുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അതൊന്ന് നോക്കണം. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. പിന്നെ വെള്ളപ്പോക്കോ ചൊറിച്ചിലോ ഉണ്ടോ? ചൊറിച്ചില് ലേറ്റ് ആയിട്ട്. വെള്ളപ്പോക്കില്ല. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിൽ എന്തെങ്കിലും ഡെയിലി എന്തെങ്കിലും. അപ്പോൾ ഒരു കാര്യമുണ്ട്, 2 കാര്യങ്ങൾ നോക്കണം. വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ അതും ക്ലിയർ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഈസ്ട്രജൻ ജെല്ല് കിട്ടും. ഓക്കെ, ഈസ്ട്രജൻ ജെല്ല്. ഓക്കെ, അത് റെഗുലർ ആയിട്ട് വെജൈനക്കകത്ത് ആപ്ലിക്കേറ്റർ വെച്ച് ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു നീറ്റില് ഒന്ന് കുറഞ്ഞു കിട്ടും. ഓക്കെ, മതിയാവും. ഓക്കെ, ഫൈൻ. ഓക്കെ, താങ്ക് യു ബിന്ദു. ഇതുപോലെ ഈ യൂറിനറി ഇൻഫെക്ഷൻ അത് ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ഹണിമൂൺ അത് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയും. അത് എന്താ വെച്ചാല് ആദ്യമായിട്ടുള്ള ബന്ധപ്പെടൽ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞതും ഉടനെ ഉള്ള സെക്ഷുവൽ ലൈഫും കൂടിയാണല്ലോ ഈ മാരേജിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതില് കുറെ ആദ്യത്തെ ഒരു ഫസ്റ്റ് നൈറ്റ് തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചിലർക്ക് ഒരു ബോധവൽക്കരിക്കാനുണ്ട്. അത് 3-4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഒന്ന്, ഫസ്റ്റ് നൈറ്റ് തന്നെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ടൊരു ഈ ആണുങ്ങളിലൊരു ചിന്തയുണ്ട്. ഇത് ഈ അവരുടെ ഈ ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കണം, ഫസ്റ്റ് നൈറ്റ് തന്നെ ബന്ധപ്പെടണം, അല്ലെങ്കിൽ നീ മോശക്കാരനാണ്, നീ അല്ലെങ്കിൽ ആണല്ല എന്നുള്ളൊരു തോന്നൽ പാർട്ട്ണർക്ക് ഉണ്ടാവും, എൻ്റെ ഭാര്യയ്ക്ക് തോന്നിപ്പോവും. അത് വെറുതെയാണ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ക്ഷീണവും ടെൻഷനും ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കും. ഒന്നാമത് തലേദിവസം ഈ പെൺകുട്ടി ഉറങ്ങിക്കാണില്ല, പുരുഷനും അങ്ങനെ തന്നെയാണ്. അവരുടെ ഈ എല്ലാം കൊണ്ടുള്ള പ്രിപ്പറേഷൻസും, നമ്മുടെ കല്യാണങ്ങൾ അറിയാമല്ലോ, ഹെവി ആയിട്ടുള്ള കല്യാണങ്ങളാണ്, പ്രിപ്പറേഷൻസ് ആണ്. തലേദിവസം പാർട്ടി, ആണിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ വീട്ടിൽ, പിന്നെ എല്ലാം കൊണ്ടും ഈ ഇറ്റ്സ് ഹെവി പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം ആകുമ്പോഴത്തേക്ക് 2 പേരുടെയും ഓടി നടത്തവും ബന്ധുക്കളുടെ വരവും ഒക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഇതേപോലെ ചില സമയത്ത് ഒരു 6 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടായിരിക്കും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് എത്തുക. ഇതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ചെന്നതുള്ള സദ്യ അതൊക്കെ കഴിഞ്ഞ് ഏത് മതക്കാർക്കായാലും ഒക്കെ ഇതെല്ലാം ഉണ്ട്. ഒക്കെ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ വന്നും കണ്ടും ഒക്കെ പോയി ഒരു 11 മണിയാകുമ്പോൾ 2 പേർക്ക് എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നുള്ള തോന്നലായിരിക്കും. ആ സമയത്ത് ഇതും കൂടി വേണം. അത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവർക്കും. അങ്ങനെ ഒരു ഇതും കൂടി വേണമെന്ന് പറയുമ്പോഴത്തേക്കും പുരുഷനെ കുറിച്ച് വേണമെങ്കിൽ ഹി ഹാസ് ടു പ്രൂവ് ഹിംസെൽഫ്. അതായത് ഞാൻ ആണാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഏതാണ്ട് ഒരു പരീക്ഷ പോലെയാണ് പുള്ളിക്ക്. ആ പെണ്ണിനാണെങ്കിൽ ഒരുതരം പേടിയാണ്, ദൈവമേ ഇത് എന്താ ഈ സംഭവിക്കാൻ പോണേ, എനിക്കെന്തെങ്കിലും ഈ മറ്റേ കൂട്ടുകാരെയൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിരിക്കുക, ഇത് ഭയങ്കര വേദനയുള്ള ഒരു സംഭവമാണ്, ഇതിൽ രക്തം ഉണ്ടാകും, അല്ലെങ്കിൽ വലിയ വേദന ഉള്ള ഒരു സംഭവമായിട്ട് മാറും, നിനക്ക് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ കത്തി വെച്ചിങ്ങനെ കീറുന്ന ഒരു തരം വേദനയാണെന്ന് പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞ് പേടിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോളേജ് ലൈഫിൽ. സോ അത് കാരണം പുള്ളിക്കാരി ഒരിക്കലും ഇതിൽ സമ്മതിച്ചു കൊടുത്തിട്ടേ ഇല്ലാതെ പിന്നെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിനൊക്കെ പോയിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെ ഒരുപാട് വേണ്ടാത്ത അഡ്വൈസസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആദ്യത്തെ ദിവസം തന്നെ ബന്ധപ്പെടുന്ന വിചാരിക്കുന്നത് ആദ്യത്തെ തെറ്റ്. അത് അന്നത്തെ ദിവസം തമ്മിൽ അറിയുക.
ഇപ്പം ലവ് മാരേജസ് ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം ഈ സെക്ഷുവലി ഇൻ്റർകോഴ്സ് വേണം എന്ന് വിചാരിക്കാണ്ടിരിക്കുക. അന്ന് തമ്മിൽ അറിയുക, സംസാരിക്കുക, ഒരു കുഴപ്പമില്ല, അന്ന് തന്നെ വേണം, ഇല്ലെങ്കിൽ ആണത്വം പോവും അല്ലെങ്കിൽ സ്ത്രീത്വം പോകുന്നൊന്നും വിചാരിക്കാണ്ടിരിക്കുക. എത്ര കാലം ഇനി ജന്മം കിടക്കുന്നു, ആ ജീവിതം മുഴുവൻ ഒരുമിച്ചിരിക്കാൻ പോകുന്നവർ ആദ്യം അത് തീരുമാനിക്കുക. നമുക്ക് ബുദ്ധിയും ബോധവും സംസ്കാരവും ഈ വിദ്യാഭ്യാസവും ഒക്കെ എന്തിനാണ്? ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനാണ്. വെറും രണ്ട് ദേഹങ്ങളുടെ ചേർച്ചയല്ല ജീവിതം, ഇല്ലേ? അപ്പോൾ ആദ്യം വേണ്ടത് അതാ. ആദ്യം സംസാരിച്ച് തമ്മിൽ മനസ്സിലാക്കി ഇത് ഒന്ന് വെറുതെ ദേഹങ്ങൾ കൊണ്ട് വെറുതെ അടുക്കുക, അല്ലാതെ സെക്ഷുവലി പോകണം എന്നില്ല. തമ്മിലൊന്ന് തൊടാം, കൈകൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ അടുപ്പങ്ങൾ. അപ്പോൾ അങ്ങനെ വന്ന് ഒരു തലോടൽ, അതൊക്കെ ഒരു സ്നേഹങ്ങൾ കൊണ്ടുള്ള ഒരിത് മാത്രം. അതിൽ മാത്രം അന്ന് നിൽക്കുക, തമ്മിൽ മനസ്സിലാക്കുക, അവരവരുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, പിന്നെ സത്യസന്ധമായിട്ട് എന്തെങ്കിലും കൈമാറാനുണ്ടെങ്കിൽ അതെല്ലാം പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ കുടുംബങ്ങളെ പറ്റി സംസാരിക്കുക, അവരവരുടെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ ഇന്നത്, ഇതോടുകൂടി അന്ന് നിർത്തുക. പിറ്റേ ദിവസം റിലാക്സ്ഡ് ആവുക, തമ്മിൽ മനസ്സിലാക്കിയതിന് ശേഷം സെക്ഷുവൽ. പിന്നെ ഈ സെക്ഷുവലിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു അത്യാഹിതം, അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില പെൺകുട്ടികൾക്ക് ഈ കന്യാചർമ്മം, ഹൈമൻ എന്ന് പറയുന്നത് വളരെ തിക്കായിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പം സെക്ഷുവലി ഇൻ്റർകോഴ്സ്, അതായത് ഈ ഇൻ്റർകോഴ്സിലേക്ക് ഇടപെടുമ്പോൾ, അതായത് ഈ പീനിസ് അഥവാ ഈ പുരുഷ ഇത് ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം പറ്റിയില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഡീപ്പായിട്ട് ഉള്ളിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് രണ്ടായിട്ട് അത് പൊട്ടുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് രക്തസ്രാവം ഉണ്ടാകാം. ഈ കന്യാചർമ്മം തിക്കായിട്ടുള്ളവർക്ക് രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേടിക്കുകയും ചിലപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ പോസ്റ്റ് കോയിറ്റൽ ടെയർ എന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെല്ലാവരും പേടിക്കുകയും എല്ലാ കുടുംബക്കാരും ഒക്കെ അറിയുകയും അത് പേടിച്ചതൊരു വലിയ നാണക്കേടായി മാറുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും പിന്നെ സ്റ്റിച്ച് ഇടുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ ഒരു മാനക്കേടായിട്ട് അത് മാറുകയും പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ ലക്ഷങ്ങളിലെ ഒരാൾക്കോ ആയിരത്തിലൊരാൾക്കോ ഒക്കെ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അതൊരു വൻ സംഭവമായിട്ടോ അതൊരു നാണക്കേടായിട്ടോ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിട്ട് മാറ്റാതിരിക്കാൻ ശ്രമിക്കുക കുടുംബക്കാരെ. സോ അങ്ങനെ ഒരു സംഭവം വളരെ റയറായിട്ട് ഉണ്ടാവാം. അല്ലാത്ത സ്ഥിതിക്ക് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടാകാം. ഇത് അല്ലാതെ തന്നെ ചെറിയ 1 or 2 സ്പോട്ട് പോലത്തത്, അത് വലിയ കാര്യമാക്കാണ്ടിരിക്കുക, അത് നോർമലാണ്. ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഹൈമൻ ഒന്ന് ചെറുതായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ, അപ്പോൾ അത് ഒരു നോർമൽ കോഴ്സാണ്, അത് മനസ്സിലാക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ലൈംഗിക ബന്ധം ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഉള്ള ഈ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് റെഗുലറായിട്ട് ഡെയിലി, ആദ്യത്തെ ദിവസങ്ങളിൽ ഡെയിലി കാണുമല്ലോ, അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നുവെച്ചാൽ ഈ രണ്ട് സ്ഥലവും അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് ഈ വെജൈനയിൽ നിന്നും പെട്ടെന്ന് യൂറിനറി, ഈ സ്ത്രീകൾക്ക് ഇത് രണ്ടും അടുത്താണ്, യോനിയും മൂത്രദ്വാരവും അടുത്തടുത്തായിരിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് തന്നെ വിളിക്കും. അങ്ങനെ വരുമ്പം അത് പേടിക്കേണ്ട കാര്യമില്ല, ഉടനെ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് അതിനെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കുക. യൂറിൻ കൾച്ചറോ മറ്റോ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ചികിത്സ നേടിയാൽ കംപ്ലീറ്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ മാറിക്കിട്ടും. അപ്പോൾ അതോടുകൂടി ആ വേദനയോ പ്രശ്നങ്ങളൊക്കെ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അതിൻ്റെ ഒരു ഗൈഡൻസ് നേടുക. ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്ന് നാണക്കേടൊന്നും നോക്കി വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക, അത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ബിന്ദുവിൻ്റെ കോൾ ഉണ്ടായിരുന്നു. ബിന്ദുവിന് ഒരു പക്ഷേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്ഷൽ ലൈഫിൽ ഇതുപോലെ ഫസ്റ്റ് നൈറ്റിലൊന്നും അധികം പേടിക്കാനൊന്നുമില്ല. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ തീർച്ചയായും കൺസൾട്ട് ചെയ്യുക.